മുതൽ 4 മാസം വരെ ഫ്ലവർ നിൽക്കും. ഫ്ലവർ പോയി കഴിഞ്ഞാൽ ഈ സ്റ്റമ്പ് ബ്രൗൺ കളറാവും. അപ്പോഴത്തേനും സ്റ്റമ്പിൻ്റെ താഴെ കട്ട് ചെയ്ത് അതിനുശേഷം അതിനൊരു 4 to 5 hours ഡെയിലി ലൈറ്റ് വേണം. അപ്പോൾ വിൻഡോ സൈഡിൽ വെച്ചെടുത്ത് കൃത്യമായി അതിനെ കെയർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത് അതിന് സ്റ്റമ്പ് വന്ന് ഫ്ലവർ വരും. പക്ഷേ അത്ര തന്നെ സമയമെടുക്കും. നല്ല പേഷ്യൻസ് വേണം ഓർക്കിഡ് എന്താ പറയുക കെയർ ചെയ്യുമ്പോൾ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫീൽഡ്സ് ആൻഡ് ട്രീസ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓർക്കിഡ്സും അതിൻ്റെ കെയറിംഗ് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. ഓർക്കിഡ്സ് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. അവിടെ നിന്ന് കോമൺ ആയി കണ്ടുവരുന്നത് സിംപോഡിയം, ഡെൻഡ്രോബിയം, ഫെലനോപ്സിസ്, മുക്കാറ, വാൻഡ, അങ്ങനെ കുറച്ചൊക്കെയാണ്. ഓർക്കിഡ്സ് കൂടുതലും ട്രോപ്പിക്കൽ ഫോറസ്റ്റിൽ 40 to 50% സൺലൈറ്റിൽ വളരുന്ന ഒരു ചെടിയാണ്. ഇതേ സെയിം എൻവയൺമെന്റിൽ നമ്മുടെ വീട്ടിലോ ഫാമിലോ ഉണ്ടാക്കിയാൽ നല്ലപോലെ പൂക്കൾ തരുന്ന ഒന്നാണിത്. എൻ്റെ നാട്ടിലത്തെ ഫാമിൽ കൂടുതലും ഡെൻഡ്രോബിയം, ഫെലനോപ്സിസ് ആണ് ഉള്ളത്. അത് ഞാനൊരു വേറെ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഒരു നല്ല ബിസിനസ് സ്കോപ്പ് ഉള്ള ഒരു ഏരിയ ആണ് ഈ ഓർക്കിഡ് ഫാമിംഗ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഫെലനോപ്സിസിനെ പറ്റിയാണ്. ആ വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമ്മൾ ഫെനലോപ്സിസിനെ റീപ്പോർട്ട് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ കാണാൻ പോകുന്നത്. അപ്പോൾ ഇത് റീപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ വേണം നമുക്ക് കാണാം. ഇതൊരു സെൻസിറ്റീവായ ഒരു ഓർക്കിഡ് പ്ലാന്റ് ആയ കാരണം നമ്മൾ ഇതിനെ റീപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ഗ്ലൗസ് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതേപോലെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന കട്ടിംഗ് ടൂൾ, അത് സിസേഴ്സ് ആയിക്കോട്ടെ, കത്തി ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അതിനൊന്ന് സ്റ്റെറിലൈസ് ചെയ്യാം. ഒന്നെങ്കിൽ ചൂടുവെള്ളത്തിൽ സ്റ്റെറിലൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതേപോലെ ഒരു ലാമ്പ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റെറിലൈസ് ചെയ്യാം. അപ്പം പിള്ളേരൊക്കെ ആണെങ്കിൽ ചെയ്യുന്നത് ഒരു എൽഡേഴ്സിൻ്റെ ഒരു ഗൈഡൻസ് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ അത് ഒരു ഇഞ്ചുറി ഒക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് സ്റ്റെറിലൈസ് ചെയ്തു. അപ്പോൾ ഇത് സ്റ്റെറിലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന പോട്ട്, അത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. മാക്സിമം ഹോളുള്ള ഒരു പോട്ട് എടുക്കുന്നതായിരിക്കും വളരെ നല്ലത്. സോ ദാറ്റ് ഈ എയർ സർക്കുലേഷൻ ഒക്കെ ഒന്ന് പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടി. ഒത്തിരി ക്രൗഡഡ് ആയിട്ട് ആ പോട്ടിനെ ഫില്ല് ചെയ്യാതിരിക്കാൻ നോക്കുക മാക്സിമം. ഇപ്പം ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന പോട്ടെന്ന് വെച്ചാൽ ഒരു സെറാമിക്കിൻ്റെ ഒരു പോട്ടാണ്. അതാണ് എൻ്റെ കയ്യിൽ അവൈലബിൾ ആയതുള്ളത്. പക്ഷേ നിങ്ങൾക്ക് ഏത് പോട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ബട്ട് കുറച്ചുകൂടെ എയർ സർക്കുലേഷൻസ് കിട്ടാൻ പറ്റിയ ഒരു പോട്ട്, ഒരു ഹോൾസ് ഒക്കെ ഉള്ള ഒരു പോട്ട്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഈ സെറാമിക് പോട്ടിൽ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നടുക്ക് ഒരു ഹോളുണ്ട്. ഈ ഹോളിൽ കൂടി ഇങ്ങനെ എന്തെങ്കിലും വെള്ളം ഉണ്ടെങ്കിലോ എക്സസൈറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫ്ലോ ചെയ്യാൻ വേണ്ടി ഒരു ഹോളുണ്ട് നടുക്ക്. ഈ സൈഡിൽ കൂടി ആ എക്സസ് ഇത് വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടി, ഈ പോട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി ഒന്നെങ്കിൽ നമുക്ക് തടി കഷ്ണം അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ചകിരിച്ചോറോ കരിയോ ഉപയോഗിക്കാം. ഈ തടി കഷ്ണമോ അല്ലെങ്കിൽ ചകിരിയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ വെള്ളത്തിലിട്ടൊന്ന് കുതിർക്കുന്നത് നല്ലതായിരിക്കും, ഒരു 1 week ബിഫോർ യൂസിങ്. അപ്പോൾ ഇതിൻ്റെ ഉള്ള ഈ പുളിപ്പൊക്കെ ഒന്ന് പോവും. അപ്പം പിന്നെ നമ്മൾ ഈ പോട്ടിലോട്ട് മാറ്റുമ്പം നനയ്ക്കാനുള്ള വെള്ളം കൂടെ. അപ്പം നമുക്ക് റീപ്പോർട്ടിങ് തുടങ്ങാം. അപ്പോൾ അതിനാദ്യമായിട്ട് നമ്മൾ ഒരു ഫെലനോപ്സിസിൻ്റെ ഒരു ഓർക്കിഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ്, കണ്ടോ, ഇതിപ്പോൾ നമുക്ക് ഒരു പ്ലാസ്റ്റിക്കിലാണ് നമ്മൾ ഇതിനെ പോട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനെ നമ്മൾ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ആ പോട്ടിലോട്ടൊന്ന് മാറ്റുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ മാക്സിമം ഈ ഫെലനോപ്സിസിനെ ഹാൻഡിൽ ചെയ്യുമ്പം ഒന്നെങ്കിൽ അതിൻ്റെ ഈ ബ്രാഞ്ച് പിടിക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ താഴെ പിടിക്കുക. ഒരിക്കലും ഇതിൻ്റെ ഇല പിടിച്ചിട്ട് പൊക്കല്ല, കാരണം ഈ ഇല ഭയങ്കര സെൻസിറ്റീവാണ്. ഇതിന് ഒരു കേടൊക്കെ വരാനുള്ള വളരെ ചാൻസ് ഉണ്ട് ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ കേട്ടോ. ഇത് ചിലപ്പോൾ കീറിയൊക്കെ വരും. അപ്പോൾ ഏറ്റവും നല്ലത് ഇങ്ങനെ പിടിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കുക. അപ്പോൾ നമുക്ക് റീപ്പോർട്ട് ചെയ്യാൻ തുടങ്ങാം. അതിന് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സിസേഴ്സ് എടുക്കുന്നു. ഇപ്പോൾ ഈ പോട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നു. അതിന് മുമ്പേ നമ്മുടെ ഗ്ലൗസ് ഇടണം കേട്ടോ, അന്ന് ഞാൻ മറന്നുപോയി. എന്നിട്ട് ഇടാം. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന ഗ്ലൗസ്. ഓക്കെ, നമ്മൾ ഇതിനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക സൈഡിൽ. അങ്ങനെ നമ്മുടെ ഇത് പൊട്ടിയാണ്. നമ്മൾ ഇതിലുള്ള ഈ മണ്ണെല്ലാം ഈ പ്ലേറ്റിലോട്ട് നമുക്കൊന്ന് ഇടാം.
നല്ല സ്ട്രോങ് ആണ്. അപ്പം കെയർഫുള്ളായിട്ട് ഒന്നും ചെയ്യാം. പിന്നെ മാക്സിമം നമ്മൾ ഈ ഒരു ഓർക്കിഡിനെ റീപോർട്ട് ചെയ്യുമ്പം ഫ്ലവറായ ഓർക്കിഡിനെ മാക്സിമം റിപ്പോർട്ട് ചെയ്യാതെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ ഈ പോട്ടി മിക്സ് മൊത്തം ഈ ട്രേയിലോട്ട് ഇട്ടിട്ടുണ്ട്. വളരെ കെയർഫുള്ളായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇതിന് റൂട്ടൊന്നും വലിക്കാതിരിക്കാൻ നോക്കണം, നമ്മൾ സൂക്ഷിച്ച് ചെയ്യണം. അപ്പോൾ ഇതാണ് ഈ ചെടി വന്ന പോട്ടി മിക്സ്. ഇത് ഈ ട്രേയിൽ വെച്ചിട്ടുണ്ട്. നമ്മളിതിനെ റീപോർട്ട് ചെയ്യുന്ന മുമ്പേ നമുക്കിതിനെ ഒന്ന് കഴുകുക. ഇതിൻ്റെ റൂട്ട് മാത്രം നമ്മളൊന്ന് വെള്ളത്തിനകത്ത് റണ്ണിങ് വാട്ടറിനകത്ത് ഒന്ന് കഴുകിയിട്ട് റിപ്പോർട്ട് ചെയ്യാം. ഇപ്പം നോക്കുവാണെങ്കിൽ ഇത് കണ്ടോ, നല്ല വേരൊക്കെ ഉണ്ട്, ഒത്തിരി വേരുണ്ട്. ഇതാണ് മറ്റേ നമുക്കിപ്പോൾ കിട്ടിയ ചെടിയിൽ പോട്ടിനകത്ത് ഇതിന് സ്പേസ് ഇല്ലാതെ വന്ന ഒരു റീസണാണ്. ഭയങ്കര തിക്കിയിരിക്കുമായിരുന്നു. അപ്പം ഇതിന് നല്ലപോലെ ഗ്രോ ചെയ്യാനുള്ള ഒരു ഏരിയ ഇല്ല. അതാണ് നമ്മളിതിനെ ബേസിക്കലി ഇത് പൂവിട്ടതായവരും കൂടെ നമ്മൾ റീപോർട്ട് ചെയ്യുന്നത്. നമ്മുടെ റൂട്ടിൻ്റെ അവസ്ഥ ഇതിപ്പോൾ ഇങ്ങനെയാണ്. നമ്മളിപ്പോൾ റണ്ണിങ് വാട്ടറിനകത്ത് കഴുകിയിട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇനി വീണ്ടും ഈ ട്രേയിലോ ഏത് പ്ലേസിൽ വെക്കുമോ ആ ഒരു ഏരിയ നല്ലപോലെ ക്ലീൻ ആയിട്ട് വെക്കണം. അപ്പോൾ നമ്മളിതിപ്പം നേരത്തെ ആ പോട്ട് മിക്സ് ഒക്കെ കളഞ്ഞിട്ട് ആ ഈ ട്രേ കഴുകിയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പോൾ കഴുകിയിട്ട് കണ്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് കൊള്ളാത്തൊക്കെ റൂട്ട് കാണും, അതൊക്കെ നമുക്ക് വെട്ടിക്കളയാം. അതെങ്ങനെയാണ് മനസ്സിലാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്ന് നമുക്ക് ഡ്രൈ റൂട്ട് കാണുമ്പോൾ മനസ്സിലാവും. ഇതൊക്കെ ഡ്രൈഡ് റൂട്ടാണ്. ഇതൊക്കെ നമുക്ക് അങ്ങ് വേറെ അവിടെ നിന്ന് ഡയറക്റ്റ്ലി ഇത് കട്ട് ചെയ്ത് കളയാം. ഇതിങ്ങനെ കെയർഫുള്ളായിട്ട് കട്ട് ചെയ്യുന്നതിന് അടുത്തുള്ളതൊന്നും കട്ട് ചെയ്യാതെ. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെച്ചു. പിന്നെ ചിലതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം നോക്കുമ്പോൾ എല്ലാ റൂട്ട് ഹെൽത്തിയാണ് നമുക്ക് തോന്നും. പക്ഷെ നമ്മളിങ്ങനെ ഞെക്കി നോക്കുമ്പോഴാണ് ശരിക്കും മനസ്സിലാവുന്നത്. പയ്യെ ഞെക്കിയാൽ മതി. ഇങ്ങനെ ഞെങ്ങ് വീഴുന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാൻ തുടങ്ങിയതാണ്. അപ്പോൾ അതൊക്കെ റൂട്ടിനെ കട്ട് ചെയ്ത് കളയാം. അല്ലെങ്കിൽ നമ്മളിപ്പം റീപോർട്ട് ചെയ്യുമ്പം ആ ചെടി പെട്ടെന്ന് കേടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എല്ലാം സ്റ്റെമ്മിനെ ഒന്ന് ഇങ്ങനെ ഞെക്കി നോക്കും. അപ്പോൾ അതിങ്ങനെ ഞെങ്ങ് വീഴുന്നുണ്ടെങ്കിൽ അത് വെട്ടിക്കളയാം. ഇപ്പം നോക്കുമ്പം ഇതിൻ്റെ റൂട്ടെല്ലാം മാക്സിമം എല്ലാം നല്ല റൂട്ടാണ് കാണുന്നത്. ഞെങ്ങൊന്നും അങ്ങനെ വീഴുന്നില്ല. ഇപ്പം നമ്മൾ ഡെഡായ റൂട്ടെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതേപോലെ ഈ ഞെങ്ങ് വീഴുന്ന റൂട്ടും നമ്മൾ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഇപ്പം ഈ റൂട്ടൊക്കെ നല്ല ഹെൽത്തി റൂട്ടാണ്, ഞെങ്ങൊന്നും വീഴുന്നില്ല. കാണാമോ നല്ല ക്ലിയറായിട്ട്. ഇനി നമ്മൾ ഇതിനെ റീപോർട്ട് ചെയ്യാൻ കാണാൻ പോവാണ് എങ്ങനെയാണെന്ന്. അപ്പോൾ നമ്മൾ റീപോർട്ട് ചെയ്യാൻ തുടങ്ങാൻ പോവാണ്. അപ്പോൾ റീപോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് തടി കഷ്ണമാണ്. ഇത് ഉണക്കിയ തടി കഷ്ണമാണ്. ഒരാഴ്ച മുമ്പ് വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് ഇതിന് പുളിപ്പ് പോകാൻ വേണ്ടി നല്ലപോലെ വെയിലത്തിട്ട് ഉണക്കിയ തടി കഷ്ണമാണിത്. അപ്പോൾ ആ തടി കഷ്ണമാണ് നമ്മൾ ഈ പോട്ടിൽ ഒരു ബേസായിട്ട് ഇടുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ ഓർക്കിഡിനൊന്നും ഒത്തിരി ഫില്ല് ചെയ്തിട്ട് കുത്തി നിറച്ച് ഇതിനെ റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു ബേസ് കൊടുക്കുക, പിന്നെ ഒന്ന് അതിനെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള ഒരു ഏരിയ പോലെ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇതിനെ റാൻഡായിട്ട് നമ്മൾ ജസ്റ്റ് ഇതിലിങ്ങനെ കുറച്ച് തടി കഷ്ണങ്ങൾ ഇങ്ങനെ ഇടുന്നു. നിങ്ങൾക്ക് ചകിരിച്ചോറാണെങ്കിലും ഒക്കെ ഇടാം കേട്ടോ. പക്ഷെ അങ്ങനെ കുത്തി നിറച്ചിടണ്ട. കുറച്ച് വെള്ളത്തിലൊക്കെ ഉണക്കിയ ഇതിടാം. ഇതാണ് ഇപ്പം ഞാൻ ജസ്റ്റ് ബേസ് മാത്രമേ ഇടുന്നുള്ളൂ. ഇപ്പം ഈ ബേസ് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ ഇതുണ്ടോ, ഇത് ബേസ് മാത്രമേ ഉള്ളൂ. നല്ലപോലെ ബേസിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കിതിനെ ഒന്ന് നനച്ച് കൊടുക്കാം. ഞാനിതിപ്പോൾ ഇതിനൊരു നനച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നനച്ച് വെച്ച തടി കഷ്ണം ബേസിൽ കിടപ്പുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നമ്മുടെ ഓർക്കിഡിനെ മാറ്റുന്നു. ഇനി ഈ ഓർക്കിഡ് നേരെ നിൽക്കാൻ ഉള്ള ഒരു ഹെൽപ്പിന് വേണ്ടി നമ്മൾ സൈഡിലൊക്കെ ഈ തടി കഷ്ണം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. ഇത് ഫില്ല് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും
ഇതിനെ നനച്ച് കൊടുക്കാം. ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട, ഒരു സ്പ്രേ ബോട്ടിലിൽ ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ഇത് ഫില്ല് ചെയ്യുമ്പം പ്രസ് ചെയ്ത് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇങ്ങനെ റാൻഡമായിട്ട് ഇങ്ങനെ ഇട്ടാൽ മതി. ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ടൊക്കെ അങ്ങ് പ്രസ്ഡായി പോവും. അപ്പോൾ അത് ചെയ്യാനുള്ള ചാൻസ് കൂടുതലുണ്ട്. ജസ്റ്റ് ഇങ്ങനെ ഇട്ടാൽ മതി. അപ്പോൾ നമ്മളുടെ പോട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളതിനെ ഒന്ന് നനച്ച് കൊടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ഓരോ ലെയർ ഇടുമ്പോൾ നനച്ചും കൊടുക്കാം കേട്ടോ. റീപോട്ടിങ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇനീഷ്യലി കുറച്ച് കൂടുതൽ, ഒത്തിരി അല്ലെങ്കിലും കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ചെടിയിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ചു. നമ്മളിങ്ങനെ ഒഴിക്കുമ്പോൾ ഒരു സാധനം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, ഈ ഇലയിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഈ ഒരു പോയിന്റ് കണ്ടോ, ഇതിൻ്റെ അറ്റം ഇവിടെ ഒന്നും വെള്ളം കെട്ടി നിൽക്കില്ല. കെട്ടി നിന്നാൽ ഈ ഇലയൊക്കെ പെട്ടെന്ന് ചീഞ്ഞു പോവും. അപ്പോൾ നമ്മളത് വളരെ കെയർഫുള്ളായിട്ട് ചെയ്യുക. പിന്നെ ഇതൊക്കെ നമ്മൾ ഇതിനെ പ്ലേസ് ചെയ്യുന്നത് സണ്ണിൻ്റെ വിൻഡോയുടെ ഒക്കെ അടുത്ത് നേരിട്ടാണെങ്കിൽ എല്ലാ ദിവസവും അല്ലെങ്കിൽ 2 ദിവസം കൂടി ഈ ഇലയൊക്കെ ഒരു നനഞ്ഞ തുണി വെച്ചൊന്ന് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ഫ്രഷ്നെസ്സോടെ ഇതിൻ്റെ ഗ്രീൻനെസ് വെച്ച് ഇങ്ങനെ നിൽക്കും. ഇങ്ങനെ ജസ്റ്റ് പയ്യെ തുടച്ചു കൊടുത്താൽ മതി. നനഞ്ഞ തുണി എടുത്തിട്ട്, ഇപ്പം ഇൻഡോർ ആണെങ്കിൽ അതിൻ്റെ വലിയ ആവശ്യമില്ല. പക്ഷേ ഒരു അടിക്ക് നമ്മൾ വെള്ളം ഒഴിക്കുന്ന ആ ഒരു ദിവസം ഇതിനൊന്നിങ്ങനെ തുടച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ പൊടിയൊന്നും ഇല്ലാതെ നല്ല ഫ്രഷായിട്ട് അതിങ്ങനെ ഇരുന്നോളും. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, വെള്ളം ഇതിൻ്റെ അറ്റത്തോ ഇവിടെ ഒന്നും കെട്ടി നിൽക്കല്ലേ. ഈ ചെടിയുടെ ഭയങ്കര ഡെഡിക്കേറ്റഡ് അല്ലെങ്കിൽ സോഫ്റ്റ് ഏരിയ ആണ് ഈ ഇലയെല്ലാം. അപ്പോൾ ഇതിനെ എടുക്കുമ്പോൾ ആണെങ്കിൽ ഒന്നുകിൽ ഈ ചെടി ചട്ടിയുടെ ബേസ് പിടിച്ചെടുക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ബ്രാഞ്ച് പിടിച്ചെടുക്കുക. പിന്നെ സപ്പോർട്ട് ചെയ്ത് ഈ ഫ്ലവർ വരുമ്പം ഇതിൻ്റെ വെയിറ്റ് കാരണം ഈ ബ്രാഞ്ച് ഇങ്ങനെ ചെരിയാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു കമ്പ്, ഇപ്പം ഞാനിത് ഒരു കമ്പാണ് ഇതിൻ്റെ നടുക്ക് വെച്ചിരിക്കുന്നത്. അപ്പം ഇപ്പോൾ ഈ കമ്പില്ലായിരുന്നെങ്കിൽ ഈ ചെടി ഇങ്ങനെ വളഞ്ഞു പോയായിരുന്നു. അപ്പം ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഞാനൊരു കമ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനിയും ഫ്ലവേഴ്സ് പൂക്കുമ്പം ഇത് കൂടുതൽ ഒരു സൈഡിലോട്ട് ഇങ്ങനെ ചാഞ്ഞു പോവും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഒരു കമ്പിന് കൊടുത്ത് അതിനെ സപ്പോർട്ട് ചെയ്ത് വെക്കുക. അപ്പം നല്ലപോലെ നമുക്ക് നമ്മുടെ ചെടിയെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട്, ഇതിൻ്റെ ലീഫ് ക്ലീൻ ചെയ്തിട്ട് ഇതിൻ്റെ നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യാം. നമ്മുടെ ഈ ഓർക്കിഡ് ചെടിയെ എഫക്റ്റ് ചെയ്യുന്ന ചില ഇൻസെക്ട്സ് ഒക്കെ ഉണ്ട്, ഈ ഒച്ച്, മീലി ബഗ്സ് അങ്ങനെയൊക്കെ. അപ്പോൾ എങ്ങനെ നമുക്ക് നമ്മുടെ ഈ ഓർക്കിഡ് ചെടിയെ ഈ ഇൻസെക്ട്സിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ചെറിയ ടിപ്സൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഒച്ച് കയറാതൊക്കെ ഇരിക്കാൻ വേണ്ടി നമ്മുടെ മുട്ടയുടെ തോട്, ആ വെള്ളത്തോട് നമുക്ക് പൊടിച്ചിട്ട് ഇതിൻ്റെ മേളിലിടാം. അപ്പോൾ ഈ ഒച്ചിന് ഇതിൻ്റെ പൊക്കത്ത് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആവും. അതേപോലെ ഈ മീലി ബഗ്സ് ഒക്കെ വന്ന് ഇങ്ങനെ ഇതിൽ ഇരിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ഒരു ബയോ ഫെർട്ടിലൈസർ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സൂഡോമോനാസ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അത് ജസ്റ്റ് വളരെ ലൈറ്റായിട്ട് ഒന്ന് ഇതിൽ സ്പ്രേ ചെയ്ത് കൊടുത്തേക്കുക. അപ്പം വലിയ ശല്യമൊന്നും കാണത്തില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഓർക്കിഡ് പൂ ഒക്കെ നല്ലപോലെ പൂക്കാൻ വേണ്ടി നമുക്കിതിൽ ചാണകവെള്ളം, അതേപോലെ തന്നെ ഈ തേങ്ങയുടെ വെള്ളമൊക്കെ ഇന്ന് ലൈറ്റായിട്ട് ജസ്റ്റ് ഇതിൻ്റെ ചോട്ടിൽ ഇടുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ പ്രോപ്പർ ഫ്ലവറിങ് കാണും ഈ ഓർക്കിഡിൻ്റെ ഒക്കെ. പിന്നെ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഓർക്കിഡിൻ്റെ പൂവൊക്കെ പൂത്ത് കഴിയുമ്പം ഇത് താവോട്ടൊക്കെ വീഴുമ്പം ഈ സ്റ്റെമ്മിൻ്റെ ഈ സൈഡിൽ നിന്നൊക്കെ ഇതുണ്ട് കുഞ്ഞു മുട്ട് പോലെ ഇങ്ങനെ വളരും. അപ്പോൾ അവിടുന്ന് നമുക്ക് ഇതിനെ കട്ട് ചെയ്തിട്ട് നല്ല ഷാർപ്പ് കട്ടിങ് ടൂൾ യൂസ് ചെയ്യണം. ഇങ്ങനെ ഒത്തിരി കട്ടിയില്ലാത്ത ടൂൾ വെച്ചാൽ ഇത് ഇങ്ങനെ സ്ക്രാപ്പ് ആവും. അപ്പോൾ നല്ല ഷാർപ്പ് കട്ടിങ് ടൂൾ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് വേറെ ഒരു പോട്ടിലോട്ട് അതിനെ ഒന്ന് റീപോർട്ട് ചെയ്യാം കേട്ടോ.
നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇന്ന് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിൽ ഒരു പ്രാവശ്യം അറ്റ്ലീസ്റ്റ് ഇത് ട്രൈ ചെയ്യേണ്ടതാണ് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ താഴത്തെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് നമ്മളോട് ചോദിക്കാം, നമ്മൾ അതിൻ്റെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ ഫ്രണ്ടിൽ വരുന്നവരെ ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.